ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ പുതിയ തലമുറ ഇപ്പം നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. പക്ഷെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗത്തിലേക്കും എല്ലാം പോവുകയാണ്. അവരെയൊക്കെ ഒരു നേർവഴിയിലേക്ക് നയിക്കാൻ എന്താണ് ശരിക്കും ഇത്തരം കായിക അഭ്യാസത്തിലേക്ക് അവരെ തിരിച്ചു വിടുകയാണോ? എന്താണ് ഗുരുക്കളുടെ ഒരു അഭിപ്രായം? പക്ഷേ അവരും കൂടെ മനസ്സ് വെക്കണം, നമ്മൾ നന്നാകണം, നല്ല രീതിയിൽ പോകണം അല്ലേ, എല്ലാവരും ഉന്തിക്കയറ്റി ഊരി പോവില്ലേ. അവരും കൂടെ മനസ്സ് വെച്ച് അവർ വിചാരിക്കണം നമുക്കിത് പാടില്ല എന്ന് വെച്ച് കളരി പഠിക്കണം, നല്ല സന്തോഷത്തോടെ ജീവിക്കണം. അവനവൻ ചിന്തിച്ചാലേ എല്ലാം റെഡിയാവും. അവനും ഇപ്പം വളരെ ചെറുപ്രായത്തിൽ ഗുരുക്കളെ നൃത്തം അഭ്യസിച്ചു, പിന്നെ കളരിയിലേക്ക് വന്നു. വേറെ എന്തെങ്കിലും കലാരൂപങ്ങളിൽ താല്പര്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് രണ്ടും അതെൻ്റെ കൂടുതൽ. പക്ഷേ പഠിക്കാൻ ഇത്ര മടിച്ചായിരുന്നു. നൃത്തത്തിൽ മാറിയതിൽ പിന്നീട് ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, എല്ലാ ഡാൻസും കളിക്കായിരുന്നു. ഈ രംഗത്ത് അത്ര സ്ട്രോങ് പഠിപ്പിൽ കേയില്ല അന്ന്. ഇത് വലിയൊരു പഠിപ്പായിരുന്നല്ലോ. ഈ പഠിപ്പിൽ ഉന്നതങ്ങൾ കീഴടക്കിയുണ്ട്. പിന്നെ ഈ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ യാത്രകളിൽ ഞാൻ നേരത്തെ ചോദിച്ചതാണെങ്കിലും എന്തെങ്കിലും ഈ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പെരുമാറ്റം അല്ലെ പ്രതികരണം എങ്ങനെയാണത്? ഇത് പഠിക്കാൻ പോയതുകൊണ്ടോ അവർ പഠിക്കാൻ പോയി അങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്ത എങ്ങനെ പ്രോത്സാഹനജനകമായിരുന്നു? എല്ലാവരും പ്രോത്സാഹനമുള്ളത്. പൊതുജനത്തിനും എൻ്റെ മക്കൾക്കും അവരാണ് എൻ്റെ ഊർജ്ജം. അവരാണ് തന്നെ. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുട്ടികളും എൻ്റെ ശിഷ്യന്മാരും എല്ലാവരും കൂടിയിട്ടാണ് പിന്നെയും പ്രോത്സാഹനം കൂടുതലായി. പൊതുജനങ്ങളിലും ഭയങ്കര പ്രോത്സാഹനം തന്നെയാണ്. അവരൊക്കെ വളരെ സന്തോഷം. എന്ന് വെച്ചാൽ മാഷ് അന്നത്തെ കാലം ഈ പ്രദേശവും അവർക്ക് എന്ത് വേണ്ടിയും ചെയ്യുന്ന രാത്രിയൊക്കെ വീണിട്ടും പൊട്ടിയിട്ടൊക്കെ വരിക. നമ്മളെ വീട്ടിൽ നിലവിളി കേട്ടാൽ ആരും ഓടി വരുമൊന്നുമില്ല. എന്താ വെച്ചാൽ കാണിക്കാൻ ആൾക്കാർ വരുന്നതല്ലേ. അതുകൊണ്ട് അത്രയും മാസം രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ടും എപ്പോൾ വന്നാലും ഇതാക്കി വെക്കുക. അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹനമുള്ളത്. ഈ ഒടിവിനും ചതവിനും ഈ പൊട്ടലിനും എല്ലാം ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു അസുഖം നടുവേദനയാണ്. ഉണ്ട്. ശരി. ഇപ്പോൾ ഈ 7ാമത്തെ വയസ്സിൽ ഈ കളരി വന്നിട്ട് ഇപ്പോൾ 75ാമത്തെ വയസ്സിലാണ്. എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത്? എന്താ പറയുക, വളരെ സന്തോഷമാണ് തോന്നുന്നത്. മാഷില്ല എന്നുള്ളൊരു വിഷമം അത് വേറെ. എന്നാലും മാഷൊക്കെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. ഇപ്പോൾ ഗുരുക്കൾക്ക് പത്മശ്രീ ബഹുമതി രാജ്യം നൽകിയിരിക്കുന്നു. അന്നേരം ഈ ഒരു കളരി ഈ കായിക അഭ്യാസം അതിൻ്റെ ഒരു അല്ലെ അത് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇതിപ്പോൾ ഇവിടെ വളരെ പ്രചാരം കിട്ടിയ വലിയ അംഗീകാരമുള്ളൊരു സ്ഥാപനമാണ്. അത് പക്ഷേ ഒരു ദേശീയ തലത്തിലേക്കോ അല്ലെങ്കിൽ മലയാളികളുള്ളിടത്തും വിദേശത്ത് ഇപ്പോൾ ദുബായിലൊക്കെ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ആലോചനയൊന്നുമില്ല. നമ്മളെ ബ്രാഞ്ച് പല സ്ഥലങ്ങളിലുണ്ടല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട്? വയനാട്ടിലുണ്ട്, ബത്തേരി, അവിടെ പല സ്ഥലങ്ങളിലുണ്ട്. മലബാറിലാണ്? അതെ, വയനാട്ടിലാണ്. കേരളത്തിൽ ഇവിടെ മാസം ഒരുപാട് ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം പോകാനാളില്ല. കുട്ടികൾക്ക് ശിഷ്യന്മാർക്ക് അവരുടെ ജോലി കളരിയും കൊണ്ടിട്ട് വെച്ചാൽ ഒന്നും കിട്ടൂല. എന്നുവെച്ചാൽ ഇവർ പഠിച്ചതാണല്ലോ, പൈസ മേടിക്കാനുള്ള. അവരെ ജോലി വിട്ടിട്ട് അവർക്കുള്ള രാവിലെ വൈകുന്നേരം രാത്രി എപ്പോൾ സമയം വെച്ചാൽ അപ്പോൾ പോയി പഠിപ്പിച്ചു കൊടുക്കും. കളരി പഠിച്ച ഒരാൾക്ക് അതൊരു ഉപജീവന മാർഗമായി കാണാൻ പറ്റില്ല. ഇല്ല. അത് പിന്നെ നിർബന്ധിച്ച് ഇന്ന് എല്ലൊക്കെ പിടിച്ച് കെട്ടി നിർബന്ധിച്ചിട്ട് കീശൽ ചില തിരികും. എന്നാലും വേണ്ടെന്ന് പറയാൻ അവർ നിർബന്ധിച്ച് കൊണ്ടുപോയിടും. പക്ഷേ ചിലരെങ്കിലും ഇത് അവരുടെ നിർബന്ധത്തിന് നമ്മൾ വാങ്ങും. ചിലരെങ്കിലും ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടും കാണും. അതെ, പുറത്തുള്ള ആൾക്കാരുണ്ട്. പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ അതില്ല. ആര് വന്നാലും വേണ്ട അതേ പറയും. ഇപ്പം നൃത്തത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അന്നേരം ഈ പ്രശസ്ത നർത്തകി ചന്ദ്രലേഖ എന്ന് പറഞ്ഞൊരു നർത്തകി ഉണ്ടല്ലോ, അവർ നൃത്തത്തോടൊപ്പം കളരിയും അഭ്യസിച്ചിരുന്നു. അത് ആ രീതിയിൽ ഇപ്പോൾ നർത്തകിമാർ വല്ലവരും ഇത് പഠിക്കാൻ വരുന്നുണ്ടോ? ഇവിടെ ഇപ്പം ഇല്ല. എൻ്റെ കലാമണ്ഡലം ചന്ദ്രികയായിരുന്നു. താമസിച്ചാണ് എന്നെ പണ്ട് ഡാൻസ് പഠിപ്പിച്ചത്. പിന്നെ ചന്ദ്രിക വന്നിട്ട് നമ്മളെ ഭജന നടത്തുന്ന കുട്ടികൾക്കൊക്കെ കൂടി ഡാൻസ് പഠിപ്പിച്ചത്. ഞാൻ ചെറുതിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കണ്ണൻ മാസ്റ്റർ, VT കുമാരൻ മാസ്റ്ററുണ്ട്, ഒരു കല്യാൺ ടീച്ചറുണ്ട്. അവരാണ് എൻ്റെ നൃത്തത്തിൽ കല്യാൺ ടീച്ചറാണ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ മാഷന്മാർ പറഞ്ഞാൽ ഇവിടെ ശരിയാവും, നല്ലോണം പഠിക്കണം. അങ്ങനെയാണ് എന്നെന്താ മോശ വിളിച്ച് സ്കൂൾ കൊണ്ടുപോകുന്നത്. അവിടെ 8ാം ക്ലാസ് പഠിക്കുന്നവരെയും ഞാൻ അവിടുന്ന് മാഷ കീഴിലായിരുന്നു. 8 കഴിവിനെ കളരിയും ഡാൻസും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഇവർ തമ്മിൽ മേക്കപ്പ് ഡാൻസ് ആദ്യം വേണം. എൻ്റെ മാഷക്ക് പിന്നെ ആദ്യം കളരി കളിക്കണം. എവിടെ പോയാലും ഫസ്റ്റിൽ അവർക്ക് ചാൻസ് കിട്ടണം. കളരിയും കളിച്ച് വേഗം പോകണം. അപ്പോൾ താമസം മേക്കപ്പൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കളരി കളിക്കാന്ന്. എന്നാലും മനമെല്ലാ മനസ്സോടെ സമ്മതിക്കും. കുറേ കഴിഞ്ഞ് 16 വയസ്സായാലും വേണ്ട, ഈ നൃത്തത്തിന് വേണ്ട, കളരി തന്നെ മതിയെന്ന്.
ഇപ്പോൾ ഈ ഇവിടുത്തെ കളരി ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒടിവും ചതവും ഉള്ള ആൾക്കാരാണോ അതിൽ കൂടുതൽ നടുവേദനയായിട്ടൊക്കെ വരുന്നത്? അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമോ? ഒടിവും ചതവും ഉള്ളതുണ്ട്, നടുവേദനയൊക്കെ ഉള്ളതുണ്ട്, കാല് പടമറിഞ്ഞാലുള്ളതുണ്ട്, കുത്തിപ്പോയുള്ളതുണ്ട്, എല്ലാ ചികിത്സയും ഉണ്ട്. അത് ഇവിടെ വന്ന് പോവുകയാണോ അതോ കിടത്തി ചികിത്സിക്കും? ഇവിടെ വന്ന് പോവാം. വന്ന് പോവാണ്. കിടത്തി ചികിത്സിച്ചാൽ 14 ദിവസം ഒഴിച്ചിൽ ചെയ്യും. ശരി. ഈ ഒഴിച്ചിലെന്ന് പറയുമ്പോൾ ചവിട്ടി വെച്ചിലാണ്. അത് പക്ഷേ എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണോ? എൻ്റെ ശിഷ്യന്മാരുണ്ട്, മക്കളുണ്ട്, അവരും കൂടിയാ ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ഇങ്ങനെ വരുന്ന ഇപ്പം ഇവിടെ ഇതിന് ചികിത്സയ്ക്കായിട്ട് വരുന്ന ആൾക്കാരുടെ പ്രായം നോക്കുക. പ്രായം നോക്കിച്ചാൽ അവരുടെ സ്ഥിതി ആദ്യം മനസ്സിലാക്കും. എനിക്ക് കഷായം, മരുന്ന്, വെടിപ്പ് ഇതൊക്കെ ചെയ്ത് അതിന് ശേഷം പെട്ടെന്നൊന്നും ഒഴിയൂല. മരുന്നൊക്കെ കൊടുത്ത് ശരീരം ഒന്ന് റെഡിയായി എന്നാലും ഒഴിച്ചിൽ തുടങ്ങും. ഏത് പ്രായക്കാർക്കും അത് ചെയ്യാവുന്നതാണോ? ചെയ്യാം. മറ്റ് അസുഖങ്ങളുള്ള ഇപ്പോൾ പ്രമേഹം, പ്രഷറിനൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിന് മരുന്നുണ്ട്. പ്രഷർ, ഷുഗർ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കളരി ചികിത്സയെക്കുറിച്ച് അത്രയധികം പ്രചാരം ഇപ്പോൾ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. പക്ഷെ അതൊക്കെ ഈ ഏരിയയിൽ നിന്നാണോ അതോ എല്ലാ പുറത്തു തന്നെ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ലോഡ് എടുത്ത് താമസിച്ചിട്ടാണ് ഒഴിച്ചിലെടുത്തിട്ട് പോകുന്നത്. 14 ദിവസം ഒഴിച്ചിലാണ്. 7 ദിവസം ഒഴിച്ചിൽ കഴിഞ്ഞാൽ 8ാം ദിവസം വയറിളക്കാൻ മരുന്ന് കൊടുക്കും, നീരൊക്കെ പോകാൻ. പിന്നെ 7 ദിവസം, പിന്നെ ഒരു 14 ദിവസം അവർ റെസ്റ്റ് എടുക്കണം. അപ്പോൾ 1 മാസമാണ് ഒഴിച്ചലിൻ്റെ ടൈം. ഈ കളരി പഠിക്കുന്നവർ ആഹാര കാര്യത്തിൽ എന്താ നിയന്ത്രണം ഉണ്ടോ? എനക്കാ ആദ്യം ടീച്ചറുടെ കാര്യം, കളരി വരുന്ന കൂട്ടർ ആദ്യം കളരി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ കുരുമുളകിൻ്റെ വെള്ളം കൊടുക്കും, ജലദോഷമൊക്കെ വരാതിരിക്കാൻ. ഫസ്റ്റിൽ അതാണ് കൊടുക്കുക. കുരുമുളകിന്റെ വെള്ളം ജലദോഷത്തിന് നല്ലതാണ്. അത് കളരി പഠിക്കാത്തവർക്ക് ഉപയോഗിക്കാം. അതാണ് ഫസ്റ്റിൽ കൊടുക്കുക. അത് പണ്ടേ ഉള്ള മുറയാണ്, പണ്ടേ കൊടുക്കുന്നതാണ്. അതൊരു ശീലമാണ് കുരുമുളക് വെള്ളം കുടിക്കൽ. അതിനുശേഷം എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പിന്നെ പണ്ട് കാലത്ത് ഭക്ഷണം ഇല്ല, ഒരു സാമ്പത്തികമായി പിന്നോക്കം പോകുന്ന കൂട്ടറാണ് അധികം ഉണ്ടാകുക. അന്നത്തെ കാലത്ത് ഭക്ഷണം കളരി പോയി വന്നാൽ അരിപ്പത്തിൽ ഭക്ഷണം കിട്ടും, മുട്ട, മറ്റേ അവല് കുഴച്ചതൊക്കെ അന്ന് അങ്ങനെ കൊടുക്കും. അപ്പോൾ പിള്ളേർ പറയും കളരി പോയാൽ എന്തായാലും അരിപ്പത്തൽ കിട്ടും, അതുകൊണ്ട് കളരിയിൽ വന്നിട്ട് എണ്ണയും തേച്ച് അങ്ങ് പോയാൽ എന്തായാലും ഭക്ഷണം എന്തായാലും റെഡിയാണ്. ചില പിള്ളേർ എന്ത് പണിയെടുക്കും, ഇടയിൽ നിന്നിട്ട് എണ്ണയും തേച്ചിട്ട് വീട്ടിൽ പോകും. അപ്പോൾ മാഷ് നോക്കിപ്പോവും. ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്, മാഷ് അന്നൊക്കെ നോക്കിപ്പോവും കളരി വരാൻ. അപ്പോൾ പറയും ഓൻ കളരിയും കഴിഞ്ഞ് ഒന്ന് കുളിക്കുന്നതാണല്ലോ എന്ന് പറയും. അപ്പോൾ ചോദിച്ചാൽ പറയും അത് ഇടയിൽ നിന്ന് പേരട്ടി ഭക്ഷണം കിട്ടാണ്ടായിപ്പോലെ തിരിച്ചു പോയിട്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടി വരുന്ന ഒരു കാലമുണ്ട്. ഇന്നത് മാറി. ഭക്ഷണം ഉണ്ടല്ലോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. അത് വെജിറ്റേറിയൻ ആണോന്നുമില്ല, എല്ലാം കഴിക്കാം. ഞാൻ എന്ത് വേണേലും കഴിക്കും, എല്ലാം കഴിക്കും. ചായ മാത്രം കഴിക്കൂല. ബാക്കി എന്തായാലും ചായ ഇഷ്ടമല്ല. ബാക്കി എന്ത് വേണമെങ്കിലും കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച്. ഗുരുക്കൾ ഒരു ദിവസം രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നു? 5 മണിക്ക് കഴിക്കും. എന്നും 5 മണിക്ക്. അത് കഴിഞ്ഞ് കളരിലേക്ക് വരും. കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞ് 5:30 ആകുമ്പോൾ ഞാൻ കളരി. പിന്നെ രാത്രി ഇപ്പം സീസണല്ലേ ഇവര്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമാണ് എണ്ണ തേച്ചും മസാജും എല്ലാം ചവിട്ടി വെച്ചിലും എല്ലാ കാര്യങ്ങളും ഈ 4 മാസമാണ് കൂടുതലായിട്ട് ഉണ്ടാകുക. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഒരുപാട് പേര് ഒഴിച്ചാണ്. അപ്പോൾ ഞാനും കൂടെ പഠിക്കുന്നതിനും ഈ 4 മാസമാണോ കൂടുതൽ തെരഞ്ഞെടുക്കുന്നത്? 4 മാസമാണ് കറക്റ്റ് വേണ്ടത്. പണ്ട് കാലത്ത് 4 മാസത്തെ കോഴ്സാണ് ഒരു കളരിക്ക്. ഇന്നതല്ല. ഇന്ന് വെച്ചാൽ ഫീസ് വാങ്ങുന്ന കൂട്ടറാണല്ലോ, കൊല്ലത്തോട് കൊല്ലം വാങ്ങാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെയും വരുന്നുണ്ട്. ഇപ്പം 3-4 കൊല്ലമായിട്ട് ഇവിടെ പൂട്ടലില്ല കളരി. രാവിലെ കുറേ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അന്ന് കളിച്ചു പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? പെർഫോം ഈ ആയുധം കൊണ്ടാനുള്ള വിഷമം കൊണ്ടാണ് നിന്ന് പോയത്. ബാക്കി എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. മെയ്പായിട്ട് കാണിക്കാം. മെയ്പായിട്ട് കളിക്കാൻ ചെറിയ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട് സ്റ്റേജ് പെർഫോം ചെയ്യാൻ. ആയുധം കൊണ്ടുപോകുന്നതിന് അവിടെ തടസ്സമുണ്ടല്ലോ, അതാണ് പ്രശ്നം. അതുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. പെർഫോം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആയുധം കൊണ്ടുള്ള കളി നമ്മളിപ്പം ഗോവയിലും ഇവിടെയൊക്കെ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പണ്ട് രജിസ്റ്റർ ചെയ്തല്ലേ, ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തിന് ഈ ആയുധം അങ്ങോട്ട് എത്തൂല, വേറെ പ്രശ്നം കിടക്കുന്നുണ്ട്. എൻ്റെ മുന്നേ പോയിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. മാരകായുധം കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ അവർ പിടിച്ചു വെക്കുക, അവർ കൊടുത്ത ടൈമിനും ഡേറ്റ് ഒന്നും റെഡി ആവില്ല. ബാക്കി സ്ഥലങ്ങളിൽ വേറെ എന്താണ് കമ്പമുള്ളത്? ആഭരണങ്ങളോടോ വസ്ത്രവിധാനങ്ങളോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്ന് വരെ ഒരു വസ്ത്രം മേടിക്കാൻ എൻ്റെ കടയിൽ പോയിട്ടില്ല. സത്യത്തിൽ ചെറുതിലെ ഞാൻ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടതിന് ശേഷം എനിക്ക് മാസം ഒരു കൊല്ലത്തെ ഡ്രസ്സ് എന്ന് പറയും, കുറേ ഡ്രസ്സ് വാങ്ങിയെടുക്കും. ഇത് ഒരു കൊല്ലത്തേക്കുണ്ട്. മാസം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഞാൻ എടുക്കുക. ഞാനായിട്ട് പോയിട്ട് തിരക്ക്. ഇപ്പം എൻ്റെ കുട്ടികൾ എന്ത് വേണം, എനിക്ക് ഏത് ഡ്രസ്സ് വേണം, എല്ലാവരും ഗൾഫിലുള്ളവരും ഇവിടെയുള്ള കുട്ടികളെല്ലാം കൊണ്ടുവരും. ഈ കേരളത്തിലെ പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇപ്പം പെൺകുട്ടികൾ പൊതുവെ ആഡംബരങ്ങളിൽ ഭ്രമിക്കുകയും വളരെ ഈ ഉപരിപ്ലവമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്.
ഗുരുക്കളുടെ അഭിപ്രായം എന്താണ്? ആഡംബരം ആവശ്യത്തിന് വേണം, നമുക്ക് ആവശ്യമായിട്ടില്ല, അധികം അത്ര വേണ്ടെന്ന് ഞാൻ പറയുന്നത്. അല്ല, അവര് ശരിക്കും പെൺകുട്ടികളുടെ അടുത്ത് ഇപ്പം നമ്മൾ പഴയ പോലുള്ള ലോകമല്ലത്, ലോകം ഒരുപാട് മാറി. ഇപ്പം ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന അവരോട് എന്താ പറയാനുള്ളത്? ന്യൂ ജനറേഷൻ പെൺകുട്ടികളോട്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരി അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. പണ്ടൊക്കെ പേടിച്ചിട്ട് ഒരു ടൗണിൽ പോകണമെങ്കിൽ ഒരാളൊപ്പരം വേണമല്ലോ. ഇന്നത്തെ കാലത്ത് അവർ ഒറ്റക്ക് പോകുന്ന വരുന്ന കാര്യങ്ങൾ ധൈര്യവും കാര്യമല്ലായി. പക്ഷെ അവരോട് ഞാൻ പറയുന്നത് പെണ്ണായിരിക്കണം, അവരെ കാത്തു സൂക്ഷിക്കാൻ അവർ തന്നെ ആയിരിക്കണം. അതാണ് ആദ്യം വേണ്ടത്. എന്ത് തന്നെ പഠിച്ചാലും നമ്മളെ കാത്തു സൂക്ഷിക്കണം, അത് നമുക്കേ പറ്റൂ. അതിനുശേഷം ഇങ്ങോട്ട് എന്തെങ്കിലും അറ്റാക്ക് വന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടു. നമ്മളെ മറന്ന് ഒരിക്കലും ഒന്നും കളിക്കാൻ പാടില്ല. എന്നാലും ഒരു 3 കൊല്ലം മെയ്പ്പറ്റി മേടിച്ചു ഞങ്ങൾക്ക് അതിനുള്ള പുറമേയൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ളിൽ വേണ്ടത്ര ധൈര്യമുണ്ടോ? ഉണ്ട്. ഇവിടെ കളരി പഠിച്ച കുട്ടികൾക്കെല്ലാം നല്ല ധൈര്യമുണ്ട്. രാത്രി ഒറ്റക്ക് വരുന്നു, ഒറ്റക്ക് പോകുന്നു, അവർക്ക് ഒരു പേടിയില്ല. അവർ പറയുകയും ചെയ്യും, അമ്മമ്മേൻ്റെ അടുത്ത് കൂടി അമ്മമ്മേൻ്റെ അടുത്ത് നമ്മളുമായി. ഞാനും ഒറ്റക്ക് തന്നെയാണ് പോവാ. ഇവരെ വീട്ടിലൊക്കെ പോകും, രാത്രി ഒറ്റക്കെല്ലാം പോകും, കുട്ടികൾ ഒറ്റക്ക് വരും, ഒറ്റക്ക് പോകും. അങ്ങനെ മറ്റൊരാളെ ആക്രമിക്കുമോ എന്നുള്ള പേടി എന്തായാലും ഇല്ല. ആ പേടി ഉണ്ടെങ്കിലേ ഉള്ളൂ, പേടിയില്ല, ആക്രമിക്കില്ല എന്നുള്ളതാണ് മനസ്സിലെ ധൈര്യം. ധൈര്യം. പക്ഷെ നമ്മളെ കാത്തു സൂക്ഷിക്കണം, അതാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മളതാ ചെയ്യേണ്ടത്, മനസ്സിലും ധൈര്യം, നമ്മളെ കാത്തു സൂക്ഷിക്കണം. അതില്ലെങ്കിൽ പോയി എന്ത് പഠിച്ചാലും. മീനാക്ഷി ഗുരുക്കൾ ഇത്രയും നേരം കളരിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ സാമൂഹിക പ്രസക്തിയെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതിൽ കേരള കൗമുദിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്കായി കളരിയിലെ ചില അഭ്യാസമുറകൾ അവതരിപ്പിക്കുന്നു. മാറിന് പിടിച്ച് വലച്ചവിട്ടി എടുത്ത് കഴിഞ്ഞു, എടുത്ത കാലിൻ്റെ വെള്ളം തൊട്ട് കൈനോർത്ത് കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാ മറന്നു. നൂർന്ന് കൈനൂർത്ത് കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാ മറന്നു. വലത്ത് നേരെ തിരിച്ചു കെട്ടി മുട്ടൂന്നി കുമ്പിട്ട് നൂർന്ന് കൈനൂർത്ത് കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാ മറന്നു. വലത്ത് നേരെ തിരിച്ചു കെട്ടി ഇടത്ത് കൈകൊണ്ട് ഇടത്ത കാലിൻ്റെ വെള്ളം തൊട്ട് കൈനോർത്ത് കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാ മറന്നു. ഇടത്ത് അമർച്ചയെ കെട്ടി നോക്കി, വലച്ചവിട്ടി കൈക്ക് നോക്കി, വല വറതിരിഞ്ഞ് വലച്ചവിട്ടി ഇടത്ത് കൈകൊണ്ട് എടുത്ത കാലിൻ്റെ വെള്ളം തൊട്ട് കൈനോർത്ത് കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയാ മറന്നു. തൊട്ട് വന്നിച്ച്